ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. UAE കണ്ടൽക്കാടുണ്ടെന്ന് കേട്ടു. എന്നാൽ പിന്നെ അതൊന്ന് പോയി കണ്ടേക്കാമെന്ന് വിചാരിക്കുന്നു. കോർ ഖൽബ മാംഗ്രോവ് സെൻറ്റർ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഷാർജയിലാണ്, എന്നാലും ഫുജേറയ്ക്ക് അടുത്താണ്. ഷാർജ ബോർഡർ എന്ന് തന്നെ പറയാം. നമുക്ക് കോർഫക്കാനൊക്കെ പോകുന്ന വഴിയെ തന്നെ പിടിച്ചാൽ നമുക്ക് എവിടെയും കൂടെ കയറി കോർഫക്കാൻ പോകാൻ പറ്റും. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറങ്ങുന്നവർ പ്രത്യേകിച്ച് കുറച്ച് നേരത്തെ ഇറങ്ങാൻ നോക്കുക. 5 മണി കഴിഞ്ഞാൽ അവർ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും. പിന്നെ അവർ ടിക്കറ്റ് തരത്തില്ല. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് തിരിച്ചു പോയതാണ്. ഞങ്ങൾ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് 5-5:30 വരെ സമയമുണ്ടല്ലോ, 5:30 അല്ല, ഓൺലൈനകത്ത് 6 മണി 6:30 എന്തോ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ 5 മണി ആയപ്പോഴത്തേക്കും കൗണ്ടർ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്കതൊരു പ്രത്യേകിച്ച് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നാനും മാത്രം പ്രത്യേകിച്ചൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഈ നാട്ടിൻപുറത്ത് കിടന്ന് ഇതൊക്കെ കണ്ടിട്ട് തന്നെ വന്നവരല്ലേ. പക്ഷേ കുട്ടികൾ, നമ്മുടെ ഇവിടെ വളർന്ന കുട്ടികൾക്കതൊരു പ്രത്യേക ഫീലായിരിക്കും. കാരണം അവരിതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് എക്സൈറ്റിംഗ് ആയിട്ട് ഒന്നും കാണാൻ സാധിച്ചൊന്നുമില്ല. കുറച്ച് അക്വേറിയമുണ്ട്, കുറച്ച് ഇൻസെക്ട്സിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാറ്റ, പല്ലി, തുമ്പീനെയൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ മേ ബി പിള്ളേരെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലാതെ എന്താണ്. പക്ഷേ അതൊന്നും നമുക്കതൊക്കെ കാണുമ്പോൾ കോമഡി പോലെ തോന്നിയത്. മാംഗ്രോവ്സ് തന്നെയാണ് ഇവിടുത്തെ മെയിനെങ്കിലും ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആമയുടെ ബ്രീഡിങ് സ്പേസസും എല്ലാം. ഇത്രയും വലിയ കടലാമകളെ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് മാത്രം വലിയ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ആ ഒരു കുളത്തിൽ ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പേസൊക്കെയാണ്. പിന്നെ അടുത്ത് ഇവിടെ ഉള്ളത് പിന്നെ ഒരു പാർക്കാണ്, ഒരു കുഞ്ഞു പാർക്ക്. അത് പിന്നെ നമുക്ക് UAE എവിടെ ചെന്നാലും ഒരു പാർക്ക് കാണാൻ പറ്റും. അവർ മെയിനായിട്ട് കുട്ടികളുടെ മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ട് എല്ലായിടത്തും അവരൊരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലില്ലാതെ പോകുന്നതും അതാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പറമ്പിലും കണ്ടത്തിലുമൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതുപോലും അവിടെ പോലും കളിക്കാൻ ആളുമില്ല, കളിക്കാനൊട്ട് സ്ഥലവുമില്ല. അവിടെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലെ ഗ്രൗണ്ടൊക്കെ നികത്തി അവിടെയും കുറേ ബിൽഡിങ്സ് പണിത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ കളിക്കാനൊരു സ്പേസ് ഇല്ല. ഇവിടെയാണെങ്കിൽ അവർ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസസാണ്. അതേതായാലും ആവശ്യത്തിനുണ്ട്. ഇത് പിന്നെ ബേർഡ്സിൻ്റെ ഒരു സാങ്ച്വറി പോലെ. വലിയ ബേർഡ് സാങ്ച്വറി ഒന്നുമല്ല, കുറച്ച് ചില്ലറ പക്ഷികളൊക്കെ കാണാം, അത്രയൊക്കെ ഉള്ളൂ. കുറേ മൈനകളും അങ്ങനെയുള്ള ഇതൊക്കെ. ഇതാ കണ്ടക്കാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു വുഡൻ പാലമാണ്. അതേ കൂടെ അതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, രസമുണ്ട് അതുവഴി പോകാൻ. ഇതൊരു 6 ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ അത് 6 ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ താഴെ അതിൻ്റെ അടിത്തട്ടൊക്കെ കാണാൻ പറ്റും. അത് ക്രോസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പാലം, ഈ വുഡൻ പാലം ഇങ്ങനെ പോകുന്നുണ്ട് ഈ കണ്ടൽക്കാടിൻ്റെ എല്ലാം ഇടയിൽ കൂടെ. ഇതൊരു ചെറിയ സ്പോട്ടാണ്. നമുക്ക് അകത്ത് കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പക്ഷേ അത് ഒത്തിരി ഓപ്പണൊന്നുമല്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു ഹട്ട് പോലെ എന്തെങ്കിലും സ്പേസ് ആയിരിക്കുന്നു. പക്ഷേ അത് അത്ര ഓപ്പണൊന്നുമല്ല. ഇങ്ങനെ കുറേ അതിൽ കൂടെ നോക്കാം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് അവിടെ പോയി ഇരിക്കാനോ അങ്ങനെയുള്ള സ്പേസൊന്നുമില്ല. അവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അവർ ആ നേച്ചറിനെ നന്നായിട്ട് സംരക്ഷിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ നാട്ടിലെ ഒരു ഹരിതാപവും പച്ചപ്പും ഒക്കെ കിട്ടും. നെഗറ്റീവ് പറയുന്നതല്ല, ഇത്രയും ദൂരം വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം ഒന്നുമില്ല ഇവിടെ.